ഇന്നലെ യുക്രൈൻ പ്രയോഗിച്ച സ്റ്റോം ഷാഡോ മിസൈലുകൾ അത്ര ചില്ലറക്കാരല്ല. അതിശക്തമായ പ്രഹരശേഷിയുള്ള ഒന്നാണ് ഈ സ്റ്റോം ഷാഡോ മിസൈലുകൾ. 250 കിലോമീറ്റർ വേഗത്തിലാണ് ഈ മിസൈൽ പായുന്നത്. യുക്രൈനിൽ നിന്ന് റഷ്യൻ മേഖലയിലേക്ക് ഇതിനെത്താൻ നിമിഷങ്ങൾ മാത്രം മതി. ഏതാണ്ട് 1 ടണ്ണിലധികം ഭാരമുള്ളതാണ് ഈ മിസൈൽ. മാത്രമല്ല ഈ മിസൈലിന് ബങ്കറുകൾ വരെ തുരന്നു കയറാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. കൃത്യമായി സ്വയം ലക്ഷ്യസ്ഥാനത്തേക്ക് ചെന്നെത്താനും ഇതിനാരും നിയന്ത്രിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത്. മിസൈൽ ലോഞ്ചറിൽ നിന്ന് കൃത്യമായ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ ചെന്ന് പതിച്ചിരിക്കും. അത് നിമിഷങ്ങൾക്കുള്ളിൽ. വലിയ തോതിലുള്ള പ്രഹരശേഷിയുള്ള ഈ മിസൈലുകൾ ചെന്ന് വീണാൽ അവിടെ ആകെ വലിയ ദുരന്തഭൂമിയായി മാറും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ തന്നെയാണ് റഷ്യയെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. സ്റ്റോം ഷാഡോ മിസൈൽ ഓരോന്നിനും വില $1 കോടി. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, യുക്രൈന്റെ കയ്യിൽ കോടികളുടെ ആയുധ ശേഖരം ഇപ്പോഴുമുണ്ട് എന്നുള്ളത്. റഷ്യയെ പോലുള്ള വലിയൊരു ശക്തിയെ തങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് വെല്ലുവിളിക്കുകയാണ് യുക്രൈൻ ഈ ഒരു ആക്രമണങ്ങളിലൂടെ ചെയ്യുന്നത്. കൂടാതെ അമേരിക്ക ആന്റി പേഴ്സണൽ ലാൻഡ് മൈനുകളുടെ രംഗത്തെ ഏറ്റവും അത്യാധുനിക മൈനാണ് ഇത്. ഈ മൈനുകളും ഇപ്പോൾ യുക്രൈൻ ലഭിച്ചിരിക്കുകയാണ്. ഇത് കരമാർഗം റഷ്യൻ സൈന്യം യുക്രൈനിലേക്ക് കടക്കുന്നത് തടയാനായിട്ടാണ് ഈ മൈനുകൾ ഉപയോഗിക്കുന്നത്. ഈ മൈനുകൾ ഒരു കാരണവശാലും ജനവാസ മേഖലകൾ ഉപയോഗിക്കരുത് എന്ന് അമേരിക്ക കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണ ഇതിൽ മൈനുകൾ പൊട്ടിത്തെറിക്കുന്നത് മൈനുകളിൽ ചവിട്ടിക്കൊണ്ട് വാഹനങ്ങളോ മനുഷ്യരോ എങ്ങാനും കടന്നുപോയാൽ അതിൽ സ്പർശമേറ്റാൽ മാത്രമേ അത് പൊട്ടിത്തെറിക്കുകയുള്ളൂ. പക്ഷേ ഈ മൈനുകളെ സംബന്ധിച്ച് ഒരു നിശ്ചിത അകലത്ത് വാഹനങ്ങളോ വ്യക്തികളോ എത്തിയാൽ അത് സ്വയം പൊട്ടിത്തെറിക്കും. ജനവാസ മേഖലയിൽ ഇത് സ്ഥാപിക്കുകയാണെങ്കിൽ ഒരുപാട് സാധാരണക്കാർ കൊല്ലപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അമേരിക്ക ഒരു കാരണവശാലും ജനവാസ മേഖലകൾ ഉൾപ്പെടുത്തരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ അമേരിക്കയും ബ്രിട്ടനും നൽകുന്ന ഈ ആയുധ സഹായങ്ങളെല്ലാം തന്നെ പുടിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ശത്രുവിനെ സഹായിക്കുന്ന രാജ്യങ്ങളായി ഇവർ മാറി എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും റഷ്യ ഒരു ശക്തമായ തീരുമാനമെടുത്തിരിക്കുന്നത്. വേണ്ടി വന്നാൽ യുക്രൈന് നേരെ ഇത്രയും നാൾ നടത്തിയിരുന്നത് പോലെ അല്ല, ഇനി അങ്ങോട്ട് ആഞ്ഞടിക്കാൻ തന്നെയായിരിക്കും തങ്ങളുടെ നീക്കമെന്ന് അവരും സൂചന നൽകിയിരിക്കുന്നത്.